പറയാം ചായ പത്ത് സദസ്സിലേക്ക് കയറിയിരിക്കുക. ഗണനം തുടരുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. എല്ലാവരും സദസ്സിലിരിക്കുക. പരിപാടി ആരംഭിക്കുകയാണ്. സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും അവരുടെ സ്ഥാനങ്ങൾ പെട്ടെന്ന് തന്നെ ഇരിക്കുക. ഗണനം ആരംഭിക്കുകയായി. ഇനി ആരംഭിക്കുകയാണ്. വളരെ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് കയറിയിരിക്കുക. ആ സൈഡിൽ ഇരിക്കുന്നവർ വളരെ പെട്ടെന്ന് കയറിയിരിക്കുക. നിങ്ങൾ കയറിയിരിക്കാത്തതുകൊണ്ടാണ് തുടങ്ങാത്തത്. പെട്ടെന്ന് വണ്ടി എത്തുന്ന ഹലോ, അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പക്ഷത്തു നിന്നും അബ്ദുൽ ലത്തീഫ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് പടച്ചവന് പങ്കുചേർക്കുന്ന ആളുകൾ ആകാശത്ത് നിന്ന് താഴോട്ട് വീണവരെ പോലെയാണ് എന്ന്. ഇപ്പൊ അഹ്സനിമാർ ഏതാണ്ട് ആ ഒരു കോലത്തിലാണ്. ഏത് പരുന്നാണ് താണ്ടിക്കൊണ്ടുപോവുക എന്നൊരു മാത്രമേ സംശയമുള്ളൂ.
പിടുത്തമില്ല നടക്കുകയാണ്. എവിടെ പിടിക്കേണ്ടതല്ല. അതിന് പല ഗോഷ്ഠികളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കട്ടിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്, പല രൂപത്തിലും. ചെറിയ കാര്യം ചോദിക്കട്ടെ, ഗന്ധം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാദഗതി വിശ്വാസത്തിൽ കേട്ടു. നേരത്തെ ഞങ്ങൾ ചോദിച്ചു, എവിടെയാണ്, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്? ഗന്ധം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞു? അതുകൾ പറയുന്ന വേണം. ഗന്ധം വെള്ളം കുടിക്കൽ ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് എവിടെ? വെറുതെ ആരോപണം ഉന്നയിക്കരുത്. ഇവിടെ വിഷയം തന്നെ ഇഷ്ടം പോലെ സംസാരിക്കാനുണ്ടെന്നിരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുന്നതിന്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ സംഗതി, ഞാനിവിടെ നേരത്തെ ഒരു വിഷയം ഉന്നയിച്ചപ്പോ അവിടെ ഒരു മിൻ ജിഹത്തിഹിം എന്നത് വിട്ടുപോയതാണ്. ഇദ്ദേഹം കട്ടു വിട്ടു എന്ന് പറയും. നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നന്ദിയുണ്ട്. മിൻ ജിഹത്തിഹിം അതെങ്ങനെ പറഞ്ഞത്? അവരുടെ ഭാഗത്ത് നിന്ന്, മരിച്ചുപോയ മഹാത്മാക്കളുടെ ഭാഗത്ത് നിന്ന് ഉപകാരം ലഭിക്കുമെന്ന്, ഉപദ്രവം തപിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരോട് ചേർന്നതാണ് ഇവിടുത്തെ ദുആ. അല്ലാഹു അല്ലാത്തവരോട് ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അല്ലാഹുവിന് പുറമെ നിങ്ങളെ വിളിച്ചു തേടുന്ന ആളുകൾ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ആ പറഞ്ഞിടത്താണ് വമഅനാ ഹാദ ദുആ തലബുൽ മനാഫി വകസ്ഫുൽ മളാർ മിൻ ജിഹത്തിഹിം. വിഷയം മിൻ ജിഹത്തിൽ നിന്ന്, അവരുടെ ഭാഗത്ത് നിന്ന്. അതെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ തേടുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഉപകാരം ലഭിക്കുമെന്ന് വിശ്വസിക്കൽ, അതുപോലെ ഉപദ്രവം തടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കൽ, അങ്ങനെ തേടൽ, അത് തന്നെയാണ് ഇവിടുത്തെ ഉദ്ദേശം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിലെ ജിഹത്ത് വിട്ടതുകൊണ്ട് അതിലേക്ക് കയറാൻ നോക്കി. എന്തിനാണ് ആർക്കും മനസ്സിലായിട്ടില്ല. എന്താ, ഞാനൊരു കളവ് പറഞ്ഞത് വെട്ടി തീർക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ആക്ഷേപിക്കാൻ? ഒന്നും കിട്ടാത്തത് കൊണ്ട് ഒരു പുൽക്കൊടിയിൽ കയറി. ഞാനതാ പറഞ്ഞത്, ആകാശത്ത് താഴെ വീണിട്ടുണ്ട്, എവിടെ കിട്ടുന്നവർക്ക് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടുത്തം വിട്ടുപോകും. ഈ കോടം പുഴയിൽ നിങ്ങൾ മുങ്ങും. അവിടേക്കാണ് പോകുന്നത്. കാര്യങ്ങൾ പഠിക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, പിന്നെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകന്മാർ, മുൻകഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സന്ദർഭം, ഒരു സംഭവം ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം. ഉദ്ധരിച്ചോ? നിങ്ങൾ ഉദ്ധരിച്ചോ? വിദ്യാഭ്യാസത്തിൽ ഏതാണില്ല, എന്നാൽ നിങ്ങളുടെ ചർച്ചയിൽ ഉദ്ധരിച്ചോ? നിങ്ങൾക്ക് 10 മിനിറ്റ് സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഉദ്ധരിച്ചോ? മുൻകഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ ഒരു മഹാനോട് നടത്തിയിരിക്കുന്ന ഇസ്തിഗാസത്ത് ഒരു സംഭവം, ഒരു സന്ദർഭം എടുത്തുദ്ധരിക്കുവാൻ മറുപക്ഷത്താശിനിമാർക്ക് സാധിച്ചോ? ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോയി വർത്തമാനത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായിരുന്നാലും ഏതോ സ്ത്രീകളുടെ മുടി കവർന്നെടുത്തിട്ട് അതുകൊണ്ട് പണം വാങ്ങുന്ന ആളുകളല്ല എന്നെങ്കിലും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്റെ വിഷയം ഇവിടെ ഞാൻ ആവർത്തി ചോദിച്ചാൽ, പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉദ്ധരിക്കണം. തെളിവെന്താ? ഇന്നമാവലിയുക്കും അല്ലാഹു വറസൂലു. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഞങ്ങളുടെ ഉസ്താദ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് അള്ളാഹുവിന്റെ കൂടെ തന്നെ പ്രവാചകരും സത്യവിശ്വാസികളുമൊക്കെ നമ്മുടെ സഹായികളാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവോട് തേടുന്നത് പോലെ, ഇസ്തിഗാസ ചെയ്യുന്നത് പോലെ പ്രവാചകരോടും സത്യവിശ്വാസികളോടും ഇസ്തിഗാസ നടത്തുവാനുള്ള തെളിവാണെങ്കിൽ ആ ആയത്ത് വിശദീകരിച്ച പ്രവാചക തിരുമേനി നടപ്പിലാക്കി കാണിച്ചു തരും. ഉണ്ടോ? ഇല്ല. മാത്രമല്ല, അതിന് മറുപടിയായിട്ടാണ് എന്ന ഖുർആനിലായത്ത് ആവർത്തിച്ച് 11ഓളം തവണകളിൽ വന്നത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഒരു പ്രശ്നം എന്താ? ആയത്ത് കേട്ടപ്പോൾ ബേജാറായി. ആയത്തുകൾ കേൾക്കുമ്പോൾ ബേജാറാവുന്നു. ഖുർആൻ ഒരുപാട് ആയത്തുണ്ടല്ലോ, ഖുർആൻ അല്ലേ, അങ്ങനെ ഓതിക്കൂടെ? അങ്ങനെ വെറുതെ ഓതി കൂലി വാങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാടുകൾ മറിച്ച് വിഷയാധിഷ്ഠിതമായി പ്രമാണനിബദ്ധമായി ഞങ്ങളിവിടെ വാദിക്കുന്ന വാദങ്ങൾക്ക് അനുഗുണമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 10 അല്ല 100 അല്ല അതിലേറെ ആയത്തുകൾ ഉദ്ധരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. സമയം അനുവദിച്ചാൽ ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ വെറുതെ ഒരായത്ത് ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കുകയുമില്ല. വിഷയത്തോട് പൂർവ്വരത്തിക്കൊണ്ട് മാത്രമാണ് ഉദ്ധരിച്ചത്. എന്നാൽ നിങ്ങളിവിടെ ഉദ്ധരിച്ച ഒരായത്ത് ഇന്നമാവലിയുക്കുമുള്ള, അത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതിന് തെളിവാണ് പോലും. ഞാൻ ചോദിച്ചത്, പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണമെന്ന് അതിനെ ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ ഇന്നമാവലിയുക്കുമുള്ളാഹു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വിവക്ഷ നിങ്ങളുടെ തന്നെ നേതാവ് KV മുഹമ്മദ് മുസ്ലിയാർ കൂത്തിനാട് സമസ്ത പിളരുന്നതിന്റെ എത്ര
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാസം മുസ്ലിയാരൊക്കെ വകവെക്കാതെ എഴുതി ഏർപ്പെടുത്തിയിരിക്കുന്ന തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചതാണ് തെളിവായിട്ടല്ല. മറിച്ച് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടായേക്കും. വിശിഷ്ട ഖുർആന്റെ അവതരണകാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. രണ്ടു വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളായ സഹോദരങ്ങളുമായാണ് എന്നത്ര ഇവിടെ പഠിപ്പിക്കുന്നത്. അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധമുള്ളവരും മറ്റുമൊക്കെ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നന്നായി അനുവർത്തിക്കുവാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ യഥാർത്ഥ വസ്തുത പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ സൂറത്ത് മാഇദയിലെ 55 മുതൽ ഓതിയാൽ പോരാ, 51 മുതൽ ഓതണം. അവിടുന്ന് ഓതി വരുമ്പോ അതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോ ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു നേടുവാനല്ലെന്നും മറിച്ച് ജീവിതകാലത്ത് ജൂതന്മാരും അടക്കമുള്ള ശത്രുക്കളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം നിങ്ങളുടെ ബന്ധവും നിങ്ങളുടെ മൈത്രിയും അള്ളാഹുവോടും റസൂലിനോടും സത്യവിശ്വാസികളോടും ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തെടുത്തിട്ട മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു നേടുന്നതിന് തെളിവായി ധരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, ഏത് പ്രവാചകൻ, മരിച്ചുപോയ ഏത് പ്രവാചകരെ എപ്പോൾ വിളിച്ചു തേടി, എപ്പോൾ ഇസ്തിഗാസ നടത്തി? ഒരു സംഭവം പറയാൻ പറ്റുമോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് കുഞ്ഞില്ലാതിരുന്നപ്പോ തൊട്ടുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മറ്റൊരു പ്രവാചകനോട് തേടുകയാണ് ചെയ്യുന്നത്. അതല്ല ഖുർആൻ പറഞ്ഞ പോലെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്കൊരു കുഞ്ഞു കരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായപ്പോ തനിക്കുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകനോട് ഇസ്തിഗാസ നടത്തുകയാണോ ചെയ്യുന്നത്? അതല്ല വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി യദുർ വഅൻത അർഹമുർ റഹീമീൻ എന്ന് റബ്ബിനോട് തേടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള മറുപടിയാണ് കിട്ടേണ്ടത്. എങ്കിൽ ആ നിലക്ക് പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം, സംഭവം ഉദ്ധരിക്കണം. ഖുർആനിൽ നിന്ന് സംഭവം ഉദ്ധരിക്കണം. പിന്നെന്താ, മലക്കുകൾ ഇവിടെ കാവൽ നിൽക്കുന്നില്ലാണ്. മലക്കുകൾ കാവലിനോട് നമ്മുടെ അർത്ഥിച്ചുള്ളത് നമ്മുടെ ചർച്ചാ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളുടെ വിഷയമാണ്. മാത്രമല്ല മലക്കുകളെ കുറിച്ച് ലഹു മുഅഖിബാത്ത് എന്ന് ആയത്ത് ഓതുമ്പോ കൂട്ടി മനസ്സിലാക്കുക. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. മലക്കുകൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് കൽപ്പിച്ചത് അതുപോലെ അപ്പടി നിറവേറ്റുന്ന അള്ളാഹുവിന്റെ പ്രവർത്തനം നടപ്പിലാക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്ത് മലക്കുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ആ വിഷയം ഇതിലേക്ക് അനാവശ്യമായി വലിച്ചെടുത്തതാണ്. ഇവിടുത്തെ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തോന്നുന്നത് അത് തൗഹീദാണോ ശിർക്കാണോ? അതാണ് വിഷയം. വേറെ ഒരുപാട് തർക്കങ്ങളുണ്ട്. സുന്നി മുജാഹിദ് തമ്മിലും മുജാഹിദുകൾക്കിടയിലും സുന്നികൾക്കിടയിലും ഒക്കെ തർക്കങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓരോന്നിനും വ്യവസ്ഥ വേറെ എഴുതിക്കോ, ജിന്നിനെ കുറിച്ച് എഴുതിക്കോ, മലക്കിനെ കുറിച്ച് എഴുതിക്കോ, അങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് വ്യവസ്ഥ എഴുതിക്കോ, നമുക്ക് സംവാദം നടത്താം. പക്ഷേ ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ അതിലെ വിഷയം ഇസ്തിഗാസയാണ്. അതും മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയാണ്. വാദവും അതാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ്. അതാണ് നിങ്ങൾ തെളിയിച്ചത് വിഷയാവതരണത്തിൽ. ഇപ്പോൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയും അതാണ്. എന്നാൽ മറിച്ച് അത് വിശുദ്ധ ഖുർആൻ വിലക്കിയ പ്രാർത്ഥനയല്ലെന്നും അതുകൊണ്ട് ശിർക്കല്ലെന്നും അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്നുമുള്ള നിങ്ങളുടെ വാദം തെളിയിക്കുവാൻ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു. പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരു പ്രവാചകൻ, മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് ഒരു ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം, ഒറ്റ സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിച്ചാൽ ഈ വിഷയം പിന്നെ അവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ നിർത്തിക്കൊണ്ടു പോകേണ്ടി വരില്ല. അത്രമാത്രം കൃത്യമാണ് കാര്യം. ഒറ്റ സംഭവം മതി. ഖുർആൻ ഉദ്ധരിക്കണം. 25 പ്രവാചകന്മാരുടെ കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ട് അതിൽ ഒരു പ്രവാചകൻ പോലും മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോട് ഒരു ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം പോലും ഉദ്ധരിക്കുവാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തിനാണ് ഇത്ര മാസങ്ങൾ കാത്തിരുന്നത്? എന്തിനാണ് ഇത്രമാത്രം നിങ്ങൾ ഒരുങ്ങി വന്നത്? എന്താ നിങ്ങളുടെ കയ്യിലുള്ള കോപ്പ്? ആ വിഷയങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആൻ എന്ന ഒന്നാം പ്രമാണത്തിൽ നിന്ന് ഇതിന് കൃത്യമായ മറുപടി വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു സംഭവം, മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. അതാണ് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ബഹളം വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
ഈ മൗലവി ഇത്രയും വലിയ ജഹാലത്തൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചു. നോക്കൂ നിങ്ങൾ, ഇത് ഞാൻ വായിച്ചല്ലോ, സലാം ചൊല്ലിന്റെ മുപ്പരൊക്കെ ഉസ്താദല്ലേ, ആ ഉസ്താദിന്റെ അടുത്ത് വായിച്ചത് നബിയുടെയും സഹാബിമാരുടെയും മാതൃകയില്ല എന്ന ഏക കാരണത്താൽ സഹായതേട്ടം നിഷിദ്ധമോ ശിർക്കോ കുഫ്റോ ആവുകയില്ല. നബി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ് മൗലവി, അപ്രസക്തമാണ്. ഇത് ആരാ പറയുന്നത്? ഞാൻ പറയില്ല, നിന്റെയൊക്കെ ഉസ്താദ് പറയുന്നതാണിത്. ആ ഉസ്താദിനെങ്കിലും ഒന്ന് ആദരിച്ചുകൂടെ, ബഹുമാനിച്ചുകൂടെ? അദ്ദേഹം പറയാ ശിർക്കാകൂല എന്ന് മാത്രമല്ല, മറിച്ച് അത് പുണ്യകരമായ സംഗതി കൂടി ആയേക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു ഒരാൾ വാദിക്കണം ഖുർആൻ ക്രോഡീകരിക്കുന്നത് ശിർക്കാണ്. ഒരാൾ വായിച്ചു, എന്തൊക്കെ ശിർക്കാവുന്ന കാലല്ലേ, അപ്പൊ ഒരാൾ അങ്ങനെ വായിച്ചു. അപ്പോൾ ശിർക്കല്ലാതെ മറ്റൊരാൾ വായിച്ചു. ശിർക്കാണെന്ന് വാദിക്കുന്ന ആളുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ക്രോഡീകരിച്ചതായി തെളിവുകരിക്കാമോ? എന്ത് പല പൊട്ടത്തരാണ് അല്ലേ? സംഗതിയിൽ അങ്ങനൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ പൊട്ടത്തരം പറഞ്ഞാൽ അതല്ലാതെ എന്താ ചെയ്യാം? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കിതാബിന്റെ കയ്യിലുണ്ട്, സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ ചോദ്യം ഒരു ബിലോ ആവറേജിന്റെയും താഴെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായി അക്കാര്യമാണ് പറയാനുള്ളത്. പിന്നെ വേറൊരാൾ പറഞ്ഞല്ലോ, ഇതിന്റെ ഇടയ്ക്ക് വന്നല്ലോ, അദ്ദേഹത്തിന് മലയാളം ഏതാ അറബി ഏതാ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ കൊണ്ട് മലയാളത്തിൽ വെച്ചിട്ട് അവിടെ കേൾക്കുന്നത് അത് മലയാളമില്ല, അത് അറബിയാണ്. കേൾക്കോന്നല്ലേ? ഇമാം റാസിയുടെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്, തഫ്സീർ റാസിയാണ് കയ്യിലുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, എന്ത്? എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ ചെവി ഞാനാകും, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ആ ആയത്തിന്റെ, ആ ഹദീസിന്റെ അർത്ഥമെന്താ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കേൾക്കുക. വകദാലികൽ അബ്ദു ഇദാ വാളബ അല ത്വാഅത് ബലഗ ഇലൽ മഖാമി അല്ലദീ യഖൂലു അല്ലാഹു കുൻതു ലഹു സമഅ. ഒരടിമ അള്ളാഹു ഇഷ്ടപ്പെട്ട മുഹീദ്ദീൻ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തയാളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. മഹാനവറുകൾ ഏത് പദവിയിലെത്തി എന്നറിയുമോ? ആ അടിമയെത്തി കുൻതു ലഹു സമഅൻ വബസറ എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു അവസ്ഥയിലെത്തി. ഫൈദാ ഖാറ നൂറു ജലാലില്ലാഹി സമഅൻ ലഹു. അങ്ങനെ അള്ളാഹു അവിടുത്തെ ചെവിയായി കഴിഞ്ഞാൽ സെമിഅൽ ഖരീബ വൽ ബഈദ, വിദൂരമുള്ളതും കേൾക്കും, അടുത്തുള്ളതും കേൾക്കും. കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈദാ ഖാറ ദാലിക നൂറു ബസറൻ ലഹു റഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും കാണും, അകലെയുള്ളതും കാണും. വൈദാ ഖാറ ദാലിക നൂറു യദൻ ലഹു ഖദറ അല തസറുഫി ഫിസ്സഅദി വസ്സഹലി. പ്രയാസഘട്ടങ്ങളിലും എളുപ്പഘട്ടങ്ങളിലും അവന് ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. എവിടെ? അടുത്തും അകലെയുള്ളതിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ലോക മുഫസ്സിറായ ഇമാം റാസിയുടെ തഫ്സീറാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. സഹോദര, നോക്കൂ നിങ്ങൾ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവര് പറഞ്ഞു മഹാലക്ഷ്മിയും വലിയും വലാ നസീർ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? എന്തിനാണ് അള്ളാഹു ഇങ്ങനൊക്കെ 11 പ്രാവശ്യം പറഞ്ഞിട്ട് ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു എന്ന് പറഞ്ഞത്? അള്ളാഹു വൈദ്യം പറയുന്ന ആളാണോ ഞാൻ ചോദിച്ചില്ലേ? ആയത്ത് ഓതിയത് ആയത്തല്ലേ? വിശുദ്ധ ഖുർആനിൽ മാഇദ എന്നൊരു സൂറത്തില്ലേ, 55-ാമത്തെ ആയത്തില്ലേ? ആ ആയത്തിന് എന്താണ് ബന്ധു എന്നാണ് അർത്ഥമെന്ന് കേവി ഉസ്താദ് പറഞ്ഞിരിക്കുന്നു. അതിനെന്താ? ഖുർആൻ ഒരു മാനേ ഉള്ളൂ. മഹാനായ ഇമാം റാസി പറഞ്ഞു, ഹാഫിമുക്കും, നിങ്ങളുടെ സംരക്ഷകരാകുന്നു, നിങ്ങളുടെ സഹായിയാകുന്നു. പിന്നെ ഇറങ്ങിയ സന്ദർഭം അങ്ങനെയാണ്. സന്ദർഭം അങ്ങനെയാണെങ്കിലും സബബിന്റെ ഖാസാണെങ്കിലും മൗലവി അതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചുകൂടെ നിങ്ങൾക്ക്? പിന്നെ കാര്യമായിട്ട് പറഞ്ഞൊരു സംഗതി എന്താണ്? ദന്തം വെള്ളം കുടിച്ചാലും ഉച്ചിരിക്കായി പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങൾ അങ്ങനെ വ്യക്തമായി പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
എന്താണെന്നറിയോ? അപ്പോ നിങ്ങൾക്ക് അഭൗതികമാണെന്ന മാനദണ്ഡമില്ലേ? പൊളിഞ്ഞോ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞില്ലേ? കാരണം എന്താ? അഭൗതികമായ നിലക്ക് ഇഷ്ടപ്പെട്ടു ഫാത്തിഹയുടെ തീരത്തി എന്ന പുസ്തകം നിങ്ങൾ ചവറ്റുവെള്ളയിലേക്ക് വലിച്ചെറിഞ്ഞോ? ഈ പുസ്തകത്തിൽ ആ പാവം മനുഷ്യൻ ഇത്ര പേജുകൾ 135ഓളം പേജുകളിൽ നിരന്തരമായി പറഞ്ഞത്, മക്കളെ അഭൗതികമായ നിലക്ക് ഗുണം പ്രതീക്ഷിച്ച ചെറുക്കാണ് കേട്ടോ എന്ന ദന്തം വെള്ളമിൽ എന്ത് ഭൗതികമായ ഗുണമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? പറയൂ. അപ്പൊ പറയും അതെ ഇപ്പൊ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, അതാണ് ഇതാണ്. അല്ല, ശാസ്ത്രീയ ഗവേഷണം നടക്കുന്നതിന് മുമ്പ് അത് കുടിച്ച ആളുകൾ മുസ്ലിക്കുകളാണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ദന്തം വെള്ളം ആരാണ്? ദന്തം വെള്ളത്തിൽ ഞങ്ങൾ മുക്കും ഞങ്ങള് നോക്കിക്കോ. കാരണം എന്താ? അതോടുകൂടി അഭൗതികങ്ങളുടെ മാനദണ്ഡം പൊളിഞ്ഞല്ലോ. പൊളിയണം. അങ്ങനെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞ് പാളിസായി പോയില്ലേ? ഇനി എന്തിനു പറ്റും നിങ്ങളെ തൗഹീദ്? പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, അതേപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ബർക്കത്ത്. എന്തേ മുപ്പര് ദന്തം വെള്ളത്തിൽ മുങ്ങിയത് നിങ്ങൾക്ക്? അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. തിഹിറ് മിണ്ടിയില്ല, ബർക്കത്ത് മിണ്ടിയില്ല, മിണ്ടുന്ന പ്രശ്നമായില്ല. എന്ത് മിണ്ടാതിരുന്ന്? എന്ന് പറഞ്ഞാൽ ചെറിയ മുണ്ടം മുസ്ലിക്കാവും. ബർക്കത്ത് പറഞ്ഞാലോ ജനറൽ സെക്രട്ടറി CP മുസ്ലിക്കാവും. ഇത് ഏതാ എന്റെ കയ്യിൽ? ശബാബ്. ഈ ശബാബിൽ പറയുന്നത് കേട്ടോ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ സൃഷ്ടികളിൽ നിന്ന് അദൃശ്യവും അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിക്കൽ ശിർക്കും കുഫറുമാകുന്നു. അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിക്കൽ ശിർക്കും കുഫറും. പ്രവാചകന്റെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ മറ്റോ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ബറക്കത്തെടുക്കൽ ഈ വകുപ്പിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുത്താൽ അത് ശിർക്കാകുന്നു. എന്നാൽ ഇത് വേറൊരു ശബാബ്. ഇത് അള്ളാഹ്ക്ക് ഗ്രന്ഥമല്ല. ഇഖ്തിലാഫ് ഉണ്ടാവും. ഇതിൽ CP ഉമർ സല്ലല്ലാഹു എഴുതുന്നതോ? അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട പല വസ്തുക്കളുടെയും ബറക്കത്ത് സഹാബികൾ പ്രയോജനപ്പെടുത്തിയിരുന്നു. മുസ്ലിംകാരിനെ എന്തിനു പറ്റും? ഇറക്കിവിട് നിങ്ങളുടെ CP ഉമർ സല്ലമയെ ആ കസേരയിൽ നിന്ന് തെറിപ്പിക്ക്. അല്ലെങ്കിൽ മുസ്ലിക്കല്ല എന്ന് പറ. മുസ്ലിക്കല്ലെങ്കിൽ ഈ ശബാബിൽ പറഞ്ഞ തെറ്റാണെന്ന് പറ. ശബാബിൽ പറഞ്ഞ തെറ്റാണെങ്കിൽ ഉമർ മൗലവി മുസ്ലിക്കാണെന്ന് പറ. തൗഹീദ് അറിയാത്ത ആളാണെന്ന് പറ. ഞങ്ങള് ഇതാ ആകാശത്തിൽ നിന്ന് താഴോട്ട് വീണ് ഗതിയില്ലാതെ നട്ടം തിരിയുന്നവരെ പോലെ ആക്കിയിരിക്കുന്നു സഹോദര. അവിടെ പറഞ്ഞാൽ ഇവിടെ കുടുങ്ങും, ഇവിടെ പിടിച്ചാൽ അവിടെ കുടുങ്ങും. ഇതാണ് ഉള്ളത്. പറഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം. കഴിഞ്ഞില്ല. ഇത് നോക്ക് നിങ്ങൾ. ഇതേ സുന്നത്തിന് തെളിവ് പറയാം. നമുക്ക് ഹദീസും ആയതിന് ഖുർആന് ഹദീസൊന്നും എടുക്കേണ്ട കാര്യം തന്നെ ഇല്ലതാ. ഇവിടെ തന്നെ വളരെ വ്യക്തമായി അറബിയിൽ തന്നെ എഴുതുന്നു. നോക്കൂ നിങ്ങൾ, ശബാബിൽ എഴുതുന്നു. നോക്കൂ, ഇതാ കേട്ടോ, ബീവിയുടെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അവിടെ കിടന്നുറങ്ങി. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ വിട്ടു വീണു. ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അതാ വിയർപ്പ് എടുക്കുന്നു, എന്നിട്ട് കുപ്പിയിലാക്കുന്നു. റസൂലുള്ളാഹി നീ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ കാലത്ത് യാ റസൂലല്ലാഹ് നർജു ബറകതഹു, ഞങ്ങൾ ബറകത്തെടുക്കുന്നു. ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടി CP ഉമർ സല്ലല്ലാഹു മുസ്ലിക്കാണോ? നിങ്ങൾ പറ. നിങ്ങളെ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുസ്ലിക്കാക്കാൻ വേണ്ടി പറയൂ. ഉമ്മു സുലൈം മുസ്ലിക്കത്താണോ? ഉമ്മു സലമ മുസ്ലിക്കത്താണോ? ഖാലിദ് ഇബ്നു വലീദ് മുസ്ലിക്കത്താണോ? ഞാൻ പറയുന്നത് ഇതാ സംഭവമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് ഒരു കുരുടനായ മനുഷ്യൻ വരുന്നു. എന്നിട്ട് പറയാ, എന്റെ കണ്ണിനെ കാഴ്ച. അതിന് നിങ്ങൾ അള്ളാഹുവിനോട് സംഭവം പറയാൻ സമയമില്ല. ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? അവിടുന്ന് റസൂലുള്ളാഹി ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് വിശദമായി ഇവിടെ പറയും. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.